പ്രേമല, ഈ തുർക്കിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന എല്ലാ വിലക്കുകളും നീക്കിയിട്ടുണ്ട്. തുർക്കിയുമായിട്ട് വളരെയധികം സ്നേഹത്തോടെയൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക പോകുന്നത്. അവർക്ക് 5ാം തലമുറ യുദ്ധവിമാനം കൊടുക്കാൻ പോകുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തുർക്കി നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തുർക്കി പാകിസ്ഥാന്റെ സൈഡ് നിന്ന രാജ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം എന്താണ് തുർക്കിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് എന്നുള്ളത് ആദ്യം പറയണം. ഈ തുർക്കി എന്ന് പറയുന്നത് ഒരു നാറ്റോ സഖ്യരാജ്യമാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു പൊതു നയം എന്ന് പറയുന്നത് ഈ നാറ്റോ അംഗരാജ്യങ്ങളിൽ അമേരിക്കൻ ആയുധങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ആയുധ കച്ചവടം എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ അമേരിക്കയുടെ അത്യന്താധുനിക സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് താനും. അങ്ങനെ തുർക്കി ഇത് പറയുമ്പോൾ ഒരു സംഗതി കൂടി പറയണം. ഈ ജോയിൻറ്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാം എന്നും പറഞ്ഞ് 2019 ഈ അമേരിക്ക സഖ്യരാജ്യങ്ങളുമായിട്ട് രൂപീകരിച്ചൊരു പദ്ധതിയാണ്. അപ്പോൾ അതനുസരിച്ച് അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ അവരുടെ സൗഹൃദ രാഷ്ട്രങ്ങളിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലോകത്തിപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ സാങ്കേതിക ക്ഷമതയുള്ള എന്ന് അവകാശപ്പെടുന്ന, അങ്ങനെ പറയാമല്ലോ, ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ F-35 5ാം തലമുറ, പൂർണ്ണ തോതിൽ 5ാം തലമുറ എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഏക വിമാനം അതാണ്. അപ്പോൾ ഇത് തുർക്കിക്ക് ആവശ്യമുണ്ട്. പക്ഷേ അമേരിക്ക അതിന് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതിന് കാരണം, മുമ്പ് തുർക്കി ഒരു കാര്യം ചെയ്തിരുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ ബദ്ധശത്രുവാണ് റഷ്യ. അപ്പോൾ റഷ്യയുമായിട്ട് തുർക്കി സഹകരിക്കാൻ തുടങ്ങി. റഷ്യയുടെ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം 2 അത് 2019 തുർക്കിയിലെത്തി. അപ്പോൾ ഈ കീരിയും പാമ്പും ഒരേപോലെ ഉണ്ടായുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും മികച്ച യുദ്ധവിമാനമാണ് F-35. അതിനെ വീഴ്ത്താൻ പ്രാപ്തിയുള്ള സാധനമാണ് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ F-35ൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം F-35 എന്ന് പറയുന്ന ഒരു സ്റ്റെൽത്ത് ഫൈറ്ററാണ്. റഡാർ സാങ്കേതിക വിദ്യകളെയൊക്കെ മറികടന്ന് ആക്രമണം നടത്താൻ പറ്റുന്നത്. അപ്പോൾ അതിനെയും വീഴ്ത്താൻ പറ്റുന്ന സംഗതി എന്ന രീതിയിലാണ് റഷ്യയുടെ S-400നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ റഷ്യയുമായിട്ട് സഹകരിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളുമായിട്ട് പ്രതിരോധ സഹകരണ കരാറുണ്ടാകുന്ന രാജ്യങ്ങളെ ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ നയം, അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ നയം. അപ്പോൾ അത് പ്രകാരം തുർക്കിയെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അമേരിക്കയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തുർക്കി എന്തുകൊണ്ട് തുർക്കി, ഇപ്പോൾ അമേരിക്കയും തുർക്കിയും അടുത്ത രാജ്യങ്ങളാണ്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി റഷ്യയിലോട്ട് പോയി ഇത് വാങ്ങാനായിട്ടുള്ള കാരണം, തുർക്കി ആദ്യം ആവശ്യപ്പെട്ടത് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ്, പാട്രിയറ്റ് എന്ന് പറയുന്നതാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് അമേരിക്ക കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറിനും സന്നദ്ധത കാണിച്ചില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം, ഈ തുർക്കിയും ഇസ്രയേലുമായിട്ട് ശത്രുതയുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ കൂടെ താല്പര്യം പരിഗണിച്ചാണ് ആ സമയത്ത് അമേരിക്ക തയ്യാറാകാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം തീർക്കാനായിട്ടാണ് നിങ്ങൾ തരുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ പുടിനുമായിട്ട് കൈ കൊടുത്തത്. പുടിൻ കിട്ടിയ അവസരത്തിന് എന്ത് ചെയ്തു? അമേരിക്ക ഓഫർ ചെയ്തതിനേക്കാൾ പകുതി വിലയ്ക്ക് ഇത് കൊടുക്കാമെന്ന് വരും. ഏതാണ്ട് $2.5 ബില്യൺ കരാറാണ് ഇട്ടത്. അപ്പോൾ അത് പ്രകാരം 2 S-400 സംവിധാനങ്ങൾ തുർക്കിക്ക് കിട്ടി. അതിലുപയോഗിക്കുന്ന 120 മിസൈലുകളും കിട്ടി. പക്ഷേ അമേരിക്കയുടെ ഭീഷണി ഉള്ളത് കൊണ്ട് അതെല്ലാം ഗോഡൌണിൽ തന്നെ ഇരിക്കുക, എടുത്ത് സെറ്റ് ചെയ്യാൻ ഇതുവരെ തുർക്കിക്ക് ആയിട്ടില്ല. അപ്പോൾ അമേരിക്ക പറഞ്ഞു, നിങ്ങളത് റഷ്യയുമായിട്ട് സഹകരിക്കുന്നെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് ഈ വിലക്കുകളും നിയന്ത്രണങ്ങളും ഒക്കെ വരുന്നത്. ഈ പറയുന്ന പോലെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിലെല്ലാം, അമേരിക്ക ഏതാണ്ട് 1340ഓളം ഈ F-35 വിമാനങ്ങൾ ഇതുവരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പലതും സഖ്യരാജ്യങ്ങളുടെ കയ്യിലാണ്, കുറേ അമേരിക്കയുടെ കയ്യിലുമുണ്ട്. ഒരു വർഷം 151 എന്നതാണ് F-35ൻ്റെ നിർമ്മാണം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ റഷ്യയാണ് തൊട്ടടുത്ത സൈനിക ശക്തി, അല്ലെങ്കിൽ ചൈന. അവർക്കൊക്കെ ഒരുപാട് ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്, അമേരിക്കയ്ക്ക് അതില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ഇന്ത്യയോട് പോലും F-35 നിങ്ങൾ വാങ്ങൂ എന്ന് അമേരിക്ക പറയുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ തരാം. റഷ്യയ്ക്കത് സാധിക്കില്ല. അപ്പോൾ
ആ രീതിയിൽ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ F-35 എന്ന് പറയുന്ന സാധനം അമേരിക്കയുടെ പല സഖ്യരാജ്യങ്ങളിലുമുണ്ട്. തുർക്കിയും അത് ആവശ്യപ്പെട്ടു, അതുവരെ കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ കണ്ടീഷൻ റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇപ്പോൾ ആ വിലക്കുകളൊക്കെ ട്രംപ് മാറ്റുന്നു. പക്ഷേ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരം ഇല്ല, ഇപ്പോഴും ഇല്ല. ട്രംപ് തീരുമാനിച്ചു തുർക്കിയുമായിട്ടുള്ള വിലക്കുകൾ മാറ്റുന്നു. അപ്പോൾ അതിന് കാരണം തുർക്കിയുടെ പ്രസിഡന്റായ എർദോഗാൻ ഒരു ഉറപ്പ് ട്രംപിന് കൊടുത്തിട്ടുണ്ട്. ഈ റഷ്യയിൽ നിന്ന് വാങ്ങി വെച്ചേക്കുന്ന ഈ S-400 എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന് ഞങ്ങൾ മറിച്ചു വിൽക്കാം. അപ്പോൾ ഇന്ത്യ ഭയന്നത് പാകിസ്ഥാനുമായിട്ട് തുർക്കിക്ക് ഇപ്പോൾ ഇടപാടുണ്ട്. ഈ സാധനം എങ്ങാനും പാകിസ്ഥാന് കിട്ടുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ആശങ്ക. പക്ഷേ തുർക്കി ഇപ്പോൾ പരിഗണിക്കുന്നത് ഖത്തറിനെയും UAE-നെയുമാണ്. അവർക്കത് കൊടുക്കാം, മറിച്ച് വിൽക്കാം എന്നുള്ളതാണ്. സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് കൊടുത്തേക്കാം. റഷ്യ കൂടി ഇതിന് സമ്മതിക്കണം. ഏതായാലും അങ്ങനെ ഒരു ധാരണയായത് കണക്കാക്കിയാണ് ഇപ്പോൾ അമേരിക്ക ഈ F-35 വിമാനങ്ങൾ തുർക്കിക്ക് കൊടുക്കാൻ തയ്യാറാകുന്നത്. ഒരു 6 F-35 ഉടനെ തുർക്കിക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ തുർക്കി കാൻ എന്ന പേരിൽ അവരുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട എഞ്ചിനുകളും കൊടുക്കാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരമോ ഒന്നുമില്ലാതെയാണ് ട്രംപ് ഈ തീരുമാനമെടുത്തേക്കുന്നത്. ഒരു പക്ഷേ ഇത് അമേരിക്കൻ കോൺഗ്രസ്സിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ട്രംപിനെ എടുത്തുകൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും ഇസ്രയേലുമായിട്ട് വലിയ ശത്രുതയിലുള്ള ഒരു രാജ്യമാണ് തുർക്കി. അതുമാത്രമല്ല, ഈ ഇസ്രയേൽ എന്ന് പറയുന്ന അമേരിക്കയുടെ സഖ്യരാജ്യമാണ്. ഈ തുർക്കി ശത്രുതയിലുള്ള തൊട്ടടുത്ത രാജ്യമുണ്ട് ഗ്രീസ് എന്ന് പറയുന്ന ഗ്രീസ്. അപ്പോൾ ഈ ഗ്രീസ് നാറ്റോ അംഗരാജ്യമാണ്. അപ്പോൾ ഈ ഇസ്രയേലും ഗ്രീസും ഇപ്പോൾ പറയുന്നത് തുർക്കിക്ക് ഈ F-35 കൊടുക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉള്ള പവർ ബാലൻസ് ഇല്ലാണ്ടാകും. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്, പക്ഷേ അവർ സൈനികമായി ശക്തമാണ്. അതിന് കാരണം അമേരിക്ക കൊടുത്തിരിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഏത് രാജ്യത്തെയും വെല്ലുവിളിക്കാം. പക്ഷേ തുർക്കിയുടെ കയ്യിൽ ഇത് കിട്ടിയാൽ പിന്നെ ഇസ്രയേൽ അപ്രസക്തമായി. അപ്പോൾ ആ പവർ ബാലൻസ് പോകും എന്ന് ഇസ്രയേൽ വാണിംഗ് കൊടുക്കുന്നു. അതേപോലെ തന്നെയാണ് ഗ്രീസും. ഈ ഗ്രീസും തുർക്കിയുമായിട്ട് ഈ കടൽ അതിർത്തി സംബന്ധിച്ച് വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ അന്താരാഷ്ട്ര നിയമപ്രകാരം കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ ഒരു രാജ്യത്തിന് അതിർത്തിയായിട്ട് നിശ്ചയിക്കാമെന്നുള്ളതാണ്. പക്ഷെ നിലവിൽ ഗ്രീസിന് 6 നോട്ടിക്കൽ മൈൽ വരെ അവർക്ക് ഇടപെടാൻ പറ്റുന്നുള്ളൂ. അവർക്ക് 12 നോട്ടിക്കൽ മൈലിലോട്ട് എത്തിയാൽ തുർക്കിയുടെ കപ്പലുകളെ തടയാൻ ഗ്രീസിന് പറ്റും. ഒന്ന്. പിന്നെ സൈപ്രസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് നമ്മുടെ ഗ്രീസിൻ്റെ അധീനതയിലാണ്. അത് തെക്കും വടക്കുമായിട്ട് വിഭജിച്ച് കിടക്കുകയാണ്. അതിൻ്റെ തെക്കൻ ഭാഗം അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഗ്രീസിൻ്റെ നിയന്ത്രണത്തിലുള്ള, ഇപ്പോൾ സൈപ്രസിൽ ഇന്ത്യ അടക്കം ഇടപെടുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ വടക്കൻ ഭാഗം എന്ന് പറയുന്നത് തുർക്കിയുടെ അധീനതയിലാണ്. അപ്പോൾ അതിൻ്റെ അവകാശ തർക്കവും ഈ 2 രാജ്യങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഗ്രീസ് നാറ്റോ അംഗരാജ്യമാണ്, ഇസ്രയേൽ അമേരിക്കയുടെ സഖ്യരാജ്യമാണ്. ഈ 2 രാജ്യങ്ങളും ഈ അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ F-35 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് കാര്യം? അവർ അതായത് ഇസ്രയേൽ പറയുന്നു മിഡിൽ ഈസ്റ്റിലെ പവർ ബാലൻസ് പോകും, ഗ്രീസ് പറയുന്നു മെഡിറ്ററേനിയൻ കടലിൻ്റെ ആ ഭാഗത്തെ പവർ ബാലൻസ് പോകും. അപ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ്, അതായത് അമേരിക്കയുടെ പൊതുവേ ഉള്ള ഒരു വിദേശ നയമുണ്ടല്ലോ, ഇതൊക്കെ മാറ്റിയിട്ട് ട്രംപിന് തോന്നിയ പോലെ ആണ് ഈ പരിപാടിക്ക് പോകുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശങ്കയാണ്. കാരണം നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിലെ ലേറ്റസ്റ്റ് എൻട്രിയാണ് തുർക്കി. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കി എടുത്ത നിലപാടുകൾ, അതിനു മുമ്പ് കശ്മീർ വിഷയത്തിൽ കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ UN-ലടക്കം പോയി എർദോഗാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അതിൽ പാകിസ്ഥാൻ്റെ അവകാശം അംഗീകരിച്ചു കൊടുക്കണം എന്ന തരത്തിൽ, അല്ലെങ്കിൽ കശ്മീർ ജനതയ്ക്ക് സ്വയം നിർണയ അവകാശം കൊടുക്കണം എന്ന തരത്തിൽ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയത്തിൽ ഒരു മൂന്നാമസ്ഥനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിൽ വലിഞ്ഞു കയറിയെന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് തുർക്കി. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കിയുടെ ചരക്ക് വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തി. പാകിസ്ഥാനിൽ ഉപയോഗിച്ച ചില ഡ്രോണുകൾ തുർക്കി നിർമ്മിതമാണെന്ന് നമ്മൾ തെളിവ് സഹിതം പുറത്തു വിടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ തുർക്കിയുടെ കയ്യിൽ അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വരുന്നതും കൂടെ ഈ പറയുന്ന കാൻ എന്ന് പറയുന്ന
തുർക്കിയുടെ 5ാം തലമുറ യുദ്ധവിമാനം അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വികസന പരിപാടികളിൽ പാകിസ്ഥാൻ്റെ എഞ്ചിനീയർമാരും പങ്കാളികളാണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം അല്ലെങ്കിൽ ഇതിൻ്റെ വിവരങ്ങൾ, ഇതിൻ്റെ രഹസ്യ കോഡുകൾ അടക്കമുള്ളവ പാകിസ്ഥാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ ഒരാശങ്ക തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ പറഞ്ഞു വരുന്ന പ്രകാരം തുർക്കിക്ക് ഇതൊരു വലിയ ഒരു മുന്നേറ്റം ആയിട്ട് കണക്കാക്കാം. കാര്യം അമേരിക്കയുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി ട്രംപ് ഇക്കാര്യത്തിൽ നടപടിയെടുത്ത സ്ഥിതിക്ക് അവരുടെ തമ്മിലുള്ള ആ ഒരു ബന്ധം സുഗമമായി എന്ന് പറയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടീഷൻ സപ്ലൈ, അതായത് അമേരിക്കൻ കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പുതിയ നീക്കം ഇത്തിരി തലവേദന ഉണ്ടാക്കുന്ന കേസ് തന്നെയാണ്. ഇന്ത്യയും ഈ കാര്യത്തിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ട് ഈ പറയുന്ന F-35 വേണ്ടിയിട്ടാണല്ലോ ഈ പിടിവലി മുഴുവൻ, അതെന്തുകൊണ്ട് ഇത്ര പ്രസക്തമാകുന്നതെന്ന് കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം ഇന്ന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും 5ാം തലമുറയുടെ എല്ലാ സവിശേഷതകളും, AI സാങ്കേതിക വിദ്യ ആണെങ്കിലും ശരി, അതേപോലെ ഇതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ആണെങ്കിലും ശരി, ഇത് 3 വേരിയൻ്റാണ് ഇതിലുള്ളത്. 35A എന്ന് പറയുന്നത് സാധാരണ വിമാനങ്ങളെ പോലെ പറന്നുയരുക, ലാൻഡ് ചെയ്യുക. 35B എന്ന് പറയുന്നത് ചെറിയ റൺവേ മതി പറന്നുയരാൻ, എന്നാൽ ഇറങ്ങുന്നതിന് റൺവേ വേണ്ട, ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് പോലെ നേരെ വന്ന് ഇറങ്ങും. 35C എന്ന് പറയുന്നത് മറ്റേ വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ചൈന വലിയ രീതിയിൽ 5ാം തലമുറ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. J-35 എന്നാണ് അവരുടെ കൊടുത്തിരിക്കുന്ന വിമാനത്തിൻ്റെ പേര്. ഒരു 300 എണ്ണം അത് അവരുടെ J-35 നിലവിൽ ചൈനയുടെ സൈന്യത്തിൻ്റെ ഭാഗമാണ്. കൃത്യം എണ്ണം അവർ പുറത്തു വിട്ടിട്ടില്ല. J-20 എന്ന് പറയുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ചൈനയുടെ കയ്യിലുണ്ട്. അതൊരു 300 എണ്ണം ഉണ്ട്. ഈ J-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് ഫൈറ്റർ ഒരു 40 എണ്ണം പാകിസ്ഥാൻ ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊടുക്കാനും അവർ തയ്യാറാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 2 തലവേദന വരികയാണ്. ഒന്ന്, തുർക്കി അമേരിക്കയുടെ F-35 അവരുടെ നാട്ടിലെത്തുന്നു. സ്വന്തമായി കാൻ എന്ന് പറയുന്ന അവരുടെ സ്വന്തം 5ാം തലമുറ വിമാനം വികസിപ്പിക്കുന്നതിനുള്ള എഞ്ചിനുകൾ അമേരിക്ക കൊടുക്കാമെന്ന് പറയുന്നു. പാകിസ്ഥാൻ ആ ഗവേഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു. കൂടെ ചൈന ഈ അമേരിക്ക ഈ മുന്നേറ്റമൊക്കെ നടത്തുന്നതിൻ്റെ കൂടെ ചൈന അവരുടെ സ്വന്തം നിലയിൽ 5ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കുകയും അത് പാകിസ്ഥാന് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന സുരക്ഷ ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു സപ്ലയറാണ്, മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യക്ക് 2 തലവേദന വരികയാണ്. ഒന്ന്, തുർക്കി ഈ രീതിയിൽ സഹകരിക്കുന്നത്. 2, പാകിസ്ഥാൻ തുർക്കിയോടും ചൈനയോടും കൂട്ടുകൂടുന്നത് വലിയ പ്രശ്നമുണ്ടാകും. ഏതായാലും എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് ഭാവിയിൽ നമുക്ക് അറിയാൻ കഴിയും.